ഇനി പോകാൻ ഒരു മുന്നണിയിലും ഇടമില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് PC ജോർജും മകൻ ഷോൺ ജോർജും നിരുപാധികം BJPയിൽ ചേർന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ BJP ടിക്കറ്റിൽ മത്സരിക്കാമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. BJPയുടെ യുവജന മുഖമായി ഉയർത്തിക്കൊണ്ടുവരുന്ന അനിൽ ആന്റണിക്ക് പത്തനംതിട്ട നൽകിയത് PCയെ ഏറെ നിരാശയിലാക്കിയിരിക്കുകയാണ്. അതിന്റെ അമർഷം അദ്ദേഹം തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ പാർട്ടി പറയുന്നതിനപ്പുറം നിലപാടെടുത്താൽ PCയെ കാത്തിരിക്കുന്നത് പുറത്തേക്കുള്ള വാതിലായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് വിഷമം കടിച്ചമർത്തി PC ജോർജിന്റെ സ്ഥിരം വാവിട്ട ശൈലിയിൽ നിന്ന് പിന്മാറി കുറച്ച് മയത്തോടെ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി പുതിയ സമവാക്യവുമായി BJP നേതൃത്വം എത്തിയേക്കുമെന്നാണ് സൂചന. ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള എറണാകുളത്തേക്ക് അനിൽ ആന്റണിയെ മാറ്റി പകരം PCക്ക് പത്തനംതിട്ട നൽകിയേക്കുമെന്ന് സൂചനയുണ്ട്. എന്നാൽ അതത്ര എളുപ്പമായെന്ന് വരില്ല. കാരണം BJP നേതാവ് AN രാധാകൃഷ്ണനും എറണാകുളം സീറ്റിനായി രംഗത്തെത്തിയിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. PCക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരനും പ്രതികരിച്ചിട്ടുണ്ട്. PC ജോർജ് നിരുപാധികമാണ് NDAയിൽ ചേർന്നതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറയുന്നത്. PC ജോർജ് BJPയിൽ ചേർന്നത് കൊണ്ട് കേന്ദ്ര നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും വലിയ തോതിലുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ എന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും കേന്ദ്ര നേതൃത്വം വളരെ ആലോചിച്ചാണ് തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്.